ഹലോ, അസ്സലാമു അലൈക്കും. ഞാൻ സൗദി അറേബ്യയിൽ നിന്നാണ്. അപ്പോൾ ഇന്നെനിക്ക് ജുമാ കഴിഞ്ഞതിന് ശേഷം കഫീൽ വിളിച്ച് പണിയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എവിടത്തേക്കാന്ന് അറിയില്ലായിരുന്നു. അങ്ങനെ കഫീലിൻ്റെ വീട്ടിൽ നിന്ന് കുറേ സാധനമെല്ലാം വണ്ടി കയറ്റിയിട്ട് എന്നോട് പറഞ്ഞ് നീ ഇന്ന ലൊക്കേഷനിലേക്ക് പോട്. അപ്പോൾ ലൊക്കേഷന് ഹംദാനിയ കഴിഞ്ഞിട്ട് പോകണം. ഹംദാനിയിൽ നിന്നും കുറച്ച് ഉള്ളോട്ട് പോകണം. അങ്ങനെ ഞാൻ ലൊക്കേഷനിൽ പോയി എത്തിയിട്ട് കഫീലിനെ വിളിച്ച്. കഫീൽ പറഞ്ഞ് ഞാൻ അവിടെ ഇപ്പോൾ എത്താറായി, നീ അവിടെ വെയിറ്റ് ചെയ്യുന്നു പറഞ്ഞു. അങ്ങനെ കഫീൽ വന്ന് കഫീലിൻ്റെ പിന്നാലെ പോയാലും കഫീൽ നേരെ പോയത് റിസോർട്ടിലാണ്. അപ്പോൾ റിസോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിലെ പോലെയുള്ള ഒരു നോർമൽ റിസോർട്ട്, ഒരു ഉള്ളോട്ട് ഏരിയയിലാണ്. അപ്പോൾ അവിടെ പോയി അവർ എന്നോട് സാധനമെല്ലാം ഇറക്കി വെച്ച് അപ്പോൾ ഞാൻ വിചാരിച്ച് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ റൂമിലേക്ക് പോവാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞാനവിടെ എത്തുമ്പോൾ 3:30 മണിയായിന് അവിടെ എത്തിയേരം. റൂമിൽ നിന്ന് അവിടത്തേക്ക് ഒരു 40 കിലോമീറ്റർ. അങ്ങനെ കഫീൽ പറഞ്ഞ് ഇപ്പം പോകാൻ പറ്റൂല, പരിപാടി കഴിഞ്ഞിട്ടാണ് പോകാൻ പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് പരിപാടി കഴിഞ്ഞത് രാത്രി 2 മണിയായിന്. അങ്ങനെ 2 മണിക്കാണ് ഞാൻ റൂമിലേക്ക് പോയത്. അപ്പോൾ അതിൻ്റെ മുന്നേ അവിടെ ഒരു ഡ്രൈവർ ഉണ്ടായിരുന്നു, ഒരു ഗുജറാത്തി ഡ്രൈവർ. നല്ല മനുഷ്യനാണ്, ആളുമായിട്ട് സംസാരിച്ചിരുന്ന്. അപ്പോൾ കുറച്ച് കഴിഞ്ഞേരം പിന്നെ ഒരു 9 മണിയായതുകൊണ്ട് ഈ ഫുഡ് ഉണ്ടാക്കുന്ന ടീം വന്ന്. അപ്പോൾ ഈ ചിക്കൻ കബാബും മട്ടൻ കബാബും ബീഫ് കബാബെല്ലാം ഉണ്ടാക്കുന്ന ഒരു ടീം വന്ന് അവിടെ പുറത്ത് തന്നെ റിസോർട്ടിൻ്റെ അവരെല്ലാം വെച്ച് സെറ്റ് ചെയ്തത്. അങ്ങനെ അത് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നോക്കി അവർ ഓൾറെഡി എല്ലാം അവരെ ഷോപ്പിൽ നിന്ന് എല്ലാം ചെയ്ത് മിക്സാക്കിയിട്ട് കൊണ്ടുവന്ന് ഇവിടുന്ന് അത് കബാബിൻ്റെ അത് ഇത് മാത്രമാണുള്ളൂ, വർക്ക് മാത്രമാണ് ഇവിടുന്ന് ചെയ്തത്. അപ്പോൾ കരിയെല്ലാം ഇട്ട് അവർ കബാബിൻ്റെ വർക്ക് തുടങ്ങി. അതിൻ്റെ കൂടെ റൈസും ഉണ്ടായിരുന്നു, പിന്നെ അവർ എക്സ്ട്രാ ഫുഡെല്ലാം അവർ ഓൺലൈൻ ഓർഡർ ചെയ്തിട്ട് അവിടെ എത്തിച്ചിന്. അപ്പോൾ ഫുഡിൻ്റെ കാര്യത്തിലാവുകൊണ്ട് തീരുമാനമായി, ഞങ്ങൾക്ക് ഫുഡ് കിട്ടുമെന്നുള്ള ഉറപ്പായി. കാരണം എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഫുഡ് എന്തായാലും ഉണ്ടാവും അധിക പ്രാവശ്യം. അപ്പോൾ ഈ പ്രാവശ്യം കബാബ് ആണ്. കബാബ് എനിക്ക് വലിയ ഇഷ്ടമാണെന്നല്ല, എനിക്ക് ചിക്കൻ കബാബ് ഞാൻ കഴിക്കാറുണ്ട്, ബീഫ് കബാബൊന്നും എനിക്കത്ര ഇഷ്ടമല്ല. അപ്പോൾ അൽഹംദുലില്ലാ ഭക്ഷണമെല്ലാം ഞങ്ങൾക്കും കിട്ടീന്. നല്ലൊരു അടിപൊളി പാർട്ടിയായിരുന്നു. അവരൊന്നിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ ഞങ്ങളെ ഒന്നിച്ച് വിളിച്ച് ഞാൻ പറഞ്ഞു വേണ്ട, നിങ്ങൾ കഴിച്ചോ എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞ് നമ്മളെല്ലാവരും ഒരുപോലെയാണ്, ഭക്ഷണത്തിൽ ആളുകളെ വേർതിരിക്കൂല എന്ന് പറഞ്ഞ്. അങ്ങനെ ഞങ്ങളെയും ക്ഷണിച്ച് ഞങ്ങളെയും ഭക്ഷണം കഴിക്കാൻ വിളിച്ച് ഞങ്ങളും കഴിച്ചു. അങ്ങനെ ഭക്ഷണമെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞേരം ഒരുപാട് ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പം ഞാനേ എടുക്കാൻ നിന്നിട്ടില്ല. സാധാരണ ഞാൻ ബാലൻസ് ചില ടൈമിൽ എടുക്കാറുണ്ട്. പക്ഷെ ഞങ്ങളുടെ കഫീൽമാരും അവരെ കഫീലിൻ്റെ അനിയന്മാരും എല്ലാവരും അവിടെ ഒരു സദസ്സിലുണ്ടേനു. അപ്പോൾ നമുക്ക് ആ മജ്ലിസിൽ നിന്ന് എങ്ങനെ എടുക്കാൻ പറ്റുക എന്നുള്ളത് വിചാരിച്ചിട്ട് ഞാൻ വിചാരിച്ചിട്ട് ഞാൻ എടുത്തിട്ടില്ല. ഗുജറാത്തി ഡ്രൈവർ ആ മനുഷ്യർക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും അവരെടുത്തിട്ട് പാർസലാക്കിയിട്ട് വണ്ടിയിൽ വെച്ചിന്. പക്ഷെ എന്നോട് ആ ഗുജറാത്തി വിളിച്ച് ചോദിച്ചിന് വേണമെങ്കിൽ എടുത്തോന്ന്. അപ്പോൾ ഞാൻ എടുക്കാൻ നിന്നിട്ടില്ല. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, കുറവെന്ന് വിചാരിച്ചാൽ കഫീൽ എന്താ വിചാരിക്കോ എന്നുള്ള ഒരു ഇതുകൊണ്ട് ഞാൻ എടുക്കാൻ നിന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ ഞാൻ അവിടുന്ന് ഭക്ഷണം കഴിച്ചിനല്ല അത്യാവശ്യം. അപ്പം പിന്നെ അതിൻ്റെ മേലെ പാർസലൊന്നും എടുക്കണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ പരിപാടിയെല്ലാം കഴിഞ്ഞ് പോകുമ്പം തന്നെ 2 മണിയായി. പിന്നെ ഒരുപാട് ആളുകൾ നാട്ടിൽ നിന്ന് വിളിച്ചാൽ പറയും ഇതെന്തിനാണ് നീ ഇത്ര കഷ്ടപ്പെട്ടാണ് പണിയെടുക്കുന്നതെന്നെല്ലാം പറയും. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏത് പ്രവാസിയായാലും നമ്മളൊരു സ്ഥലത്ത് ജോലിക്ക് വന്നു കഴിഞ്ഞാൽ കഷ്ടപ്പാടുണ്ടാവും.
ആ കഷ്ടപ്പാടിന് നമുക്കൊരു നല്ല കാലം വരും. എപ്പോഴും കഷ്ടപ്പാടാന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇരിക്കാൻ പാടില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം അൽഹംദുലില്ലാ എനിക്ക് വലിയ ജോലിയൊന്നുമില്ല. അൽഹംദുലില്ലാ എനിക്ക് അതിനുള്ള ശമ്പളം എനിക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഇൻഷാ അല്ലാഹ്